പോലീസിന്റെ ഉന്നതതല യോഗം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേരുകയാണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ കേസുകൾ വിലയിരുത്താനുള്ള ക്രൈം കോൺഫറൻസ് ആണ് ഇന്ന് നടക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേതൃത്വം നൽകുന്ന യോഗത്തിൽ ADGPമാർ, IG മാർ, DIGമാർ, ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ഷെവീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നു, എല്ലാ കുറ്റകൃത്യങ്ങളും FIR ഇടുന്നുകൊണ്ട് അതിൻ്റെ എണ്ണം രേഖാമൂലവും കൂടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ പോലീസിംഗ് ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണാൻ ഈ സമ്മേളനം ഉപകരിക്കുമോ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ സംസ്ഥാനത്തെ പോലീസ് ഇത് കഴിഞ്ഞ ഒരു വർഷമായി അന്വേഷിക്കുന്ന കേസുകളുടെ പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്താനാണ് ഒരു ക്രൈം കോൺഫറൻസ് പോലീസ് ആസ്ഥാനത്ത് ഇന്ന് ചേരുന്നത്. ഒരു റെഗുലർ യോഗമാണ്. പക്ഷേ ഈ യോഗത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. കാരണം ഓരോ തവണയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടാകുമ്പോൾ വടിയെടുക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി ഏറ്റവും ഒടുവിലും ഒരു ഉത്തരവിറക്കി. ഇതടക്കം പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ആക്ഷേപം സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളിൽ ഈ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥരോട് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ത് പറയും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം കണ്ണൂരിലടക്കം നടന്ന ചില സംഭവവികാസങ്ങൾ, പോലീസിനടക്കം ആക്രമിക്കുന്ന കണ്ണൂരിലടക്കം നടന്ന ചില സംഭവവികാസങ്ങളുണ്ട്. അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിന്റെ മുൻപിലേക്ക് ഒരു പക്ഷേ വന്നേക്കാം. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പോലീസിന്റെ ആത്മാഭിമാനത്തിന് കളങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നടക്കമുള്ള കുറ്റപ്പെടുത്തൽ ഉണ്ടായാൽ സ്വാഭാവികമായും അത് ആ രീതിയിൽ മാറുകയും അതിനെ എടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഏതായാലും കഴിഞ്ഞ ഒരു വർഷത്തെ കേരളത്തിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വിലയിരുത്തുക അങ്ങനെ ഒരു ക്രൈം കോൺഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും പോലീസിന്റെ ഡേ ടു ഡേ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ചർച്ചയിൽ വരും. പോലീസ് വീഴ്ചകൾ ചർച്ചയിൽ വരും. പോലീസ് ഉദ്യോഗസ്ഥർ ചില പെരുമാറ്റങ്ങൾ ചർച്ചയിൽ വരും. അങ്ങനെ ഇനി പോലീസ് എങ്ങനെ പോകും എന്നടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ കോൺഫറൻസിൽ ഉയരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.